മകന്റെ ഭാര്യയാണ് പോലും. എന്റെ മകന്റെ ഭാര്യ അല്ല നീ. എന്റെ മകനെ കൊന്ന് കൊലയാളിയാ നീ. സത്യാമ്മയുടെ മകൻ വിഷ്ണു മരിച്ചു. ഇല്ല, ഞാൻ വിളിച്ചോളാം. ശരി, ഞാനും അന്വേഷിക്കുന്നുണ്ട്. നിന്നെ നീ ഇതെവിടെ പോകുന്നു? ഹോസ്പിറ്റലാ. അതെന്തിനാ? രോഹിത്തിന് അറിയില്ലേ എന്റെ ചേച്ചി ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്ന്? നിക്ക്, അത് കിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു ദിവസം ആയല്ലോ. ഇന്നാണോ നിനക്ക് ചേച്ചിയോട് ഇഷ്ടക്കൂടുതൽ ഉണ്ടായത്? അതെ, ഇതൊന്നും എനിക്ക് രോഹിത്തിനോട് പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് എന്റെ ചേച്ചിയെ കാണണമെന്ന് തോന്നി ഞാൻ പോകുന്നു. എന്നാ പോകണ്ട. അത് പറയാൻ രോഹിത്തിന് എന്താ അവകാശം? ഇത് ഞങ്ങളുടെ കുടുംബകാര്യാ. എടി, കുടുംബകലഹം ഉണ്ടാക്കാൻ പോകുന്നു പറ. നീ ഇപ്പൊ അങ്ങോട്ട് പോകുന്ന എന്തിനാണെന്നൊക്കെ എനിക്കറിയാം. അറിയാലോ, എന്നാ അതിന് തന്നെയാ ഞാൻ പോകുന്നേ. സ്വന്തം മകളെ നഷ്ടപ്പെട്ട കാര്യം ശാരി ചേച്ചി അറിയണം. ശ്യാമേ, ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കാൻ നിന്റെ ചേച്ചി അവിടെ. മോള് സുഖമായിട്ട് അനിയത്തിമാരെ അടുത്തുണ്ടെന്നുള്ള ഉറപ്പില്ല ശാരിക അല്പമെങ്കിലും മനസ്സമാനത്തോടെ അവിടെ കിടക്കുന്നത്. നീ ഇപ്പൊ ചെന്ന സന്തോഷം ഇല്ലാതാക്കണോ? ഈ വിവരം ഇപ്പൊ തന്നെ ചെന്ന് പറയണോ? അല്ലേ? പിന്നെ പറയാതെ. കളക്ടറോ വലിയ വിശ്വാസമായിരുന്നല്ലോ എല്ലാവർക്കും. എന്നിട്ടിപ്പ എന്തായി? പറ. അതാ പറയുന്നത്, ഒരിക്കലും അവനവന്റെ നില മറന്ന് അഹങ്കരിക്കരുതെന്ന്. മാറിയിക്കങ്ങോട്ട്. നിക്കേ, നീ ഇത് നിന്റെ സ്വന്തം കുഞ്ഞേച്ചിയെ പറ്റിയാ പറയുന്നതെന്ന് ഓർക്കണം. അതെ, അച്ഛൻ എന്നെ ധിക്കരിച്ചുകൊണ്ട് കുഞ്ഞിനെ സുരക്ഷിതമാക്കാൻ കൊണ്ടുപോയതല്ലേ? അനുഭവിക്കണം, എല്ലാരും അനുഭവിക്കണം. ശ്യാമയെ വേദനിപ്പിച്ചവരൊക്കെ ശ്യാമയുടെ മുന്നിൽ നിന്ന് തന്നെ വേദനിക്കണം. നിങ്ങളും കരുതിയിരുന്നോ എന്നെ ഈ കുറ്റപ്പെടുത്തുന്നതിനും മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിക്കുന്നതിനും എന്ത് ദുരിതമാണോ നിങ്ങക്ക് വരാൻ പോകുന്നതെന്ന് ഈശ്വരനറിയാം. എടി, നിന്നെ എന്റെ കൂടെ കൂട്ടിയത് തന്നെ എന്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ ദുരന്തമല്ലേ? ഇനി എനിക്ക് എന്ത് വന്നാലെന്താ? എന്തു വന്നാലും ഞാൻ തന്നെ അനുഭവിച്ചോളാം. സുനാമി നീന്തി കയറി വന്നവനെ ഇനി എന്തോന്ന് പേടിക്കാനാ? ഈ വേദാന്തം പറഞ്ഞ് നിങ്ങൾ ഇവിടെ നിന്നോ. എടി, നീ ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ല, ഞാനതിന് സമ്മതിക്കില്ല. നല്ല ഉദ്ദേശത്തോടെ ഒന്നും അല്ലല്ലോ. മോളെ കാണാനില്ലെന്ന് ചേച്ചിയോട് പറയാനല്ലേ പോകുന്നത്. അത് നിനക്ക് ശാലിയോടുള്ള വൈരാഗ്യം കൊണ്ടല്ലേ? എന്തായാലും പോലീസ് മോളുടെ കാര്യം അന്വേഷിക്കുന്നുണ്ട്. അവര് മോളെ കണ്ടുപിടിച്ച് ശാലിയെ അടുത്ത് എത്തിച്ചോളും. അതുകൊണ്ട് നീ എന്തായാലും അതിനുവേണ്ടി കഷ്ടപ്പെടണ്ട. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. കലക്ക വെള്ളത്തെ മീൻ പിടിക്കണ്ടെന്നാ ഞാൻ പറഞ്ഞേ. വിഷ്ണു മരിച്ചു. പക്ഷെ അത് അറിഞ്ഞിട്ടും സത്യാമ്മ അറിയിക്കാതെ രഹസ്യമായി കാര്യങ്ങൾ നീക്കിയ ശാലിനിയെ ഒരു വിധത്തിലും സത്യാമ്മ അംഗീകരിക്കരുത്. എത്ര വിദഗ്ധമായിട്ടാണ് അവൾ വിഷ്ണുവിനെ കൊന്നത്. എവിടേക്കാ സത്യാമ്മ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? നീ ഇതെവിടേക്കാ കേറി പോന്നെന്നാ ചോദിക്കുന്നത്. ഞാൻ ഇവിടേക്കല്ലാതെ വേറെ എങ്ങോട്ട് പോവാനാ സത്യാമ്മ? എങ്കിലേ നീ ഇനി കേറണ്ട. എന്റെ മകന് വേണ്ടി ഉണ്ടാക്കി ഈ വീട്ടിലെ നീ ഇനി കേറണ്ട. സത്യാമ്മ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ സത്യാമ്മയുടെ മകന്റെ ഭാര്യയല്ലേ? സത്യാമ്മ, നിനക്ക് എങ്ങനെ അങ്ങനെ പറയാൻ തോന്നും? മകന്റെ
ഭാര്യയാണ്, മകന്റെ ഭാര്യയാണ് പോലും. എന്റെ മകന്റെ ഭാര്യ അല്ല നീ. എന്റെ മകനെ കൊന്ന് കൊലയാളിയാ നീ. സത്യം എടീ, നീ എന്തിനാ എന്റെ മകനെ കൊന്ന്? സത്യമേ എന്തിനാണ് അവനെ വിട്ടു തിന്നത്? സത്യമേ ഞാനല്ല. ഒരുപാട് ഇഷ്ടമല്ലായിരുന്നു അവന് നിന്നെ. എന്നിട്ട് നീ അവനെ കൊന്നു കളഞ്ഞില്ലേ? കൊന്നു കളഞ്ഞില്ലേടി? സത്യമേ ഞാനൊന്ന് പറയട്ടെ, എന്നിട്ട് എന്നെ ശിക്ഷിക്കേ. നീ ഒന്നും പറയണ്ട. എന്റെ വിഷ്ണുവിനെ ഇല്ലാതാക്കി നീ ഭൂമി ജീവിക്കട്ടോ. സത്യമേ ജീവിക്കട്ടോ നീ. സത്യമേ വീട് സത്യമേ എന്തേ കാണിക്കുന്നേ? സത്യമേ സത്യമേ എന്റെ മകനെ കൊന്ന് നീ ഇനി ഭൂമി വേണ്ട. സത്യമേ പറയടി, എന്റെ മകന്റെ ഇൻഷുറൻസ് തട്ടിയെടുക്കാൻ വേണ്ടിയാണോ നീ അവനെ കൊന്നത്? അയ്യോ ഞാനല്ല. ഞാൻ പറയുന്നതിനായിരുന്നെങ്കിൽ ഞാൻ എന്റെ എല്ലാ സ്വത്തും ഞാൻ നിനക്ക് തരില്ലായിരുന്നോ? എല്ലാ സ്വത്തും തരത്തില്ലായിരുന്നോ? സത്യമേ ഞാൻ പറയുന്നത് നിന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെയല്ലേ അവൻ നോക്കിയിരുന്നത്? സത്യമേ ഞാനൊന്ന് പറയട്ടെ. സത്യമേ സത്യമയുടെ അടുത്ത് ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞത് ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ പറയുന്നതൊന്നും അല്ല സത്യം. വിഷ്ണുട്ടൻ നമ്മളെയൊക്കെ വിട്ടു പോയി. സത്യമേ അത് സത്യ. അത് ഞാൻ സത്യമേ നിന്ന് മറച്ചു വെച്ചു. അതെന്റെ തെറ്റ് തന്നെ. പക്ഷെ അതിനതിൻ്റെതായ കാരണമുണ്ട്. ആ കാരണമാണ് 30 ലക്ഷം രൂപ. എന്റെ മകന്റെ ജീവന്റെ വില. എന്റെ മകന്റെ ജീവന്റെ വില. സത്യമേ ഞാൻ എന്റെ മകനെ കൊന്നിട്ട് നിനക്ക് ഇവിടെ സുഖമായിട്ട് വാഴാന്ന് കരുതിയോടി നീ? എടീ, എന്റെ മകനെ കൊന്നല്ലേടി നീ? സത്യമാടി. സത്യമേ വേണ്ട. ഞാൻ ജയിലിൽ പോയാലും പേടിയില്ലടി. നിന്നെ ഞാനിത് കൊല്ലുമെടി. എടീ, എന്റെ മോനെ വാടി ഇങ്ങോട്ട്.